ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഹെൽത്തിനൊക്കെ നല്ല പ്രോട്ടീനൊക്കെ കിട്ടണ നല്ലൊരു ജ്യൂസാണ്. ഇത് നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നല്ല ഉഷാറും അതുപോലെ തന്നെ ശരീരത്തിൽ നല്ല ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കൂടാൻ വേണ്ടി നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം, കഴുകി എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ചെറിയ 2 ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് എടുത്തേക്കുന്നതാണ്. ഹാഫ് ബീട്രൂട്ടുമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കുറേ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണം ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചേക്കണം നമ്മുടെ ക്യാരറ്റിൻ്റെ കഷ്ണമാണ്. നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം അതിനനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത് നന്നായിട്ട് കുടിക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ബ്ലഡൊക്കെ ഇല്ലാത്തവർക്ക് ഇത് നല്ലൊരു ഇതാണ്, ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാ വാട്ടർ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാത്രം ഷുഗർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മധുരം വലിയ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് ഷുഗറിന് പകരം പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കാനായിട്ട് ഇഷ്ടം തേനായിരിക്കും. തേൻ ഇഷ്ടമുള്ളവർക്ക് തേൻ ഉപയോഗിച്ച് കൊടുക്കാം. അതുകൂടാതെ ശർക്കരയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ശർക്കര അതുപോലെ തന്നെ മെൽറ്റാക്കിയിട്ട് അതൊന്ന് അരിച്ചു കൊടുത്താലും മതിയാകും. അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും നമുക്ക് മതിയാകും. ഇതൊക്കെ കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരുവിധം നന്നായിട്ട് നമ്മളിതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഒരുവിധം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഐസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തിരി കട്ടി കുറഞ്ഞ ലൂസ് പോലെ, അതായത് അത്യാവശ്യം കട്ടിയില്ലാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് കുറേ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഐസ് ക്യൂബ് താല്പര്യമില്ലെങ്കിൽ അതിട്ട് കൊടുക്കാണ്ട. ഇപ്പം നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്കസ് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അത് നല്ലൊരു ഭംഗിക്ക് വേണ്ടി. അപ്പം നിങ്ങളെല്ലാവരും ഈ ജ്യൂസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബ്ലഡ് ഇല്ലാത്തവർ, അതായത് ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇത്. നമുക്ക് ഡെയിലി തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിന് വേറൊരു ദോഷങ്ങളും ഉണ്ടാകുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട്. ഇപ്പോൾ പച്ചക്കറികളാണെങ്കിലും പലതരം കീടനാശിനികളൊക്കെ തളിച്ചിട്ടായിരിക്കും നമുക്ക് പച്ചക്കറികളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ നമുക്കിത് വീട്ടിൽ ഇപ്പോൾ ക്യാരറ്റ് മാത്രമായാലും നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതിപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഉള്ളതുകൊണ്ട് നല്ല ഗുണങ്ങളായിരിക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. നമുക്ക് വെറൈറ്റി എന്ന് പറയാം. അതേപോലെ വെറൈറ്റി ടേസ്റ്റാണ്. ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടും കൂടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഈ വെജിറ്റബിളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അതുകൂടാതെ ബ്ലഡ് മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ ഒരുവിധം ഇല്ലാതാക്കാനും ഈ ജ്യൂസ് കൊണ്ട് സാധിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.